ഉളിയന്നൂർ ഗ്രാമത്തിൽ വലിയൊരു തോടുണ്ടായിരുന്നു. തോടിറങ്ങി വേണം ഗ്രാമവാസികൾക്ക് അപ്പുറത്തെത്താൻ. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞാൽ യാത്ര ദുഷ്കരം തന്നെ. ഗ്രാമവാസികളുടെ സൗകര്യാർത്ഥം പെരുന്തച്ചൻ തോടിനു കുറുകെ ഒരു പാലം പണിതു. പാലത്തിൻ്റെ അറ്റത്തായി ഒരു യന്ത്രപ്പാവയെയും അദ്ദേഹം പണിതീർത്തു. മരത്തിൽ പണിതീർത്ത് ഉറപ്പിച്ചിരുന്ന ആ പാവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പാലത്തിൻ്റെ മറ്റേ അറ്റത്ത് ആൾ കയറുമ്പോൾ പാവ പതുക്കെ കീഴ്പോട്ട് താണു തുടങ്ങും. ആൾ പാലത്തിൻ്റെ മധ്യത്തിലാവുമ്പോൾ പാവ വെള്ളത്തിൽ മുങ്ങും. പാലത്തിൽ കയറിയ ആൾ അങ്ങേ അറ്റത്തെത്തുമ്പോഴേക്കും കവിൾ നിറച്ച് വെള്ളവും കോരിയെടുത്ത് പാവ മുകളിലേക്ക് കയറി പൂർവസ്ഥിതിയിൽ വന്നു നിൽക്കും. ആൾ അടുത്തെത്തിക്കഴിഞ്ഞാൽ കവിളിൽ നിറച്ച വെള്ളം ഊക്കോടെ പാവ ആ വ്യക്തിയുടെ മുഖത്തേക്ക് നീട്ടിത്തുപ്പും. പെരുന്തച്ചൻ നിർമ്മിച്ച യന്ത്രപ്പാവയുടെ തുപ്പലേൽക്കാതെ ആർക്കും തന്നെ പാലം കടക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്വപിതാവ് നിർമ്മിച്ച പാവയുടെ മഹത്വം കേൾക്കാനിടയായ രാരിച്ചൻ ഒരു ദിനം പാലത്തിൽ കയറി. ഉടൻ തന്നെ പാവ താഴേക്കിറങ്ങുന്നത് കണ്ട രാരിച്ചൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരു പാവയെ നിർമ്മിച്ച് പാലത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് ഉറപ്പിച്ചു. രാരിച്ചൻ്റെ പാവ പാലത്തിൽ മേൽ ആളു കയറുമ്പോൾ മുമ്പേ നടന്നു തുടങ്ങും. ആളുകൾ അങ്ങേ അറ്റത്ത് ചെല്ലുന്നതിന് മുമ്പേ അവിടെ എത്തും. പെരുന്തച്ചൻ്റെ പാവ വെള്ളം തുപ്പാൻ ഒരുങ്ങുന്നതിന് മുമ്പേ രാരിച്ചൻ്റെ പാവ മറ്റേ പാവയുടെ ചെകിടത്ത് ഒരടി വെച്ചു കൊടുക്കും. ആ സമയം പെരുന്തച്ചൻ്റെ പാവയുടെ മുഖം തിരിയുന്നതിനാൽ തുപ്പുന്ന വെള്ളം തോട്ടിലേക്ക് തന്നെ പതിക്കാൻ തുടങ്ങി. അതോടെ ജനങ്ങൾക്ക് പെരുന്തച്ചൻ്റെ പാവയുടെ തുപ്പലേൽക്കാതെ പാലം കടക്കാമെന്ന അവസ്ഥയായി. പിറ്റേ ദിവസം പെരുന്തച്ചന് ആ പാലത്തിലൂടെ പോകേണ്ടി വന്നു. പാലത്തിൽ കയറിയ പെരുന്തച്ചന് മുൻപിലായി ഒരു പാവ അതിവേഗം നടക്കുന്നു. തൻ്റെ പാവയുടെ തുപ്പലേൽക്കാൻ ഒരുങ്ങി തന്നെയായിരുന്നു പെരുന്തച്ചൻ്റെ നടത്തം. എന്നാൽ അത് സംഭവിച്ചില്ല. അതിനു മുമ്പായി പുതിയ പാവ തൻ്റെ പാവയുടെ ചെകിട്ടത്ത് അടിക്കുകയും വായിലെ വെള്ളം തോട്ടിലേക്ക് തന്നെ പതിക്കുകയും ചെയ്തു. തൻ്റെ പുത്രൻ രാരിച്ചൻ്റെ ബുദ്ധിചാതുരിയാണിതെന്ന് പെരുന്തച്ചന് പെട്ടെന്ന് മനസ്സിലായി. ഓം തത്സത്.